എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഏറ്റവും അവസാനത്തെ വീഡിയോ ആണ്. BRMന്റെ ലാസ്റ്റ് പാർട്ടാണ്. നിങ്ങൾക്ക് പാസ്സാവാനുള്ള അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സ്കോർ നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ ഉൾപ്പെടെ ഇന്നലെ ആയിട്ട് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻസസിന്റെ വീഡിയോ കാണുക, 2 മാർക്ക് സെക്ഷന്റെ വീഡിയോ കാണുക, അതുപോലെ തന്നെ കോമൺ പോയിന്റ് മൊഡ്യൂൾ 1 എഴുതാൻ സാധിക്കുന്ന കോമൺ പോയിന്റിന്റെ വീഡിയോ, മൊഡ്യൂൾ 2 അതുപോലെ തന്നെ മൊഡ്യൂൾ 5 ഡീറ്റെയിൽഡ് ക്ലാസ് വിട്ടിട്ടുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞൊരു കുട്ടിക്ക് നാളത്തെ എക്സാം കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതാൻ പറ്റും. ഇത് നമ്മുടെ റാപ്പിഡ് റിവിഷൻ ആണ്. അതായത് അവസാന ഘട്ട ഒരു ഫൈനൽ ലാപ്പ് നമുക്കെല്ലാം ഒന്ന് ഓടിച്ചു പോകാം. ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോയിൽ പറയുന്നതിൽ നിന്ന് 3 essay എങ്കിലും നിങ്ങൾക്ക് ചോദിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ essay ടോപ്പിക്കുകളെല്ലാം തന്നെ ഇട്ടപ്പോൾ അതിന്ന് 3 എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറഞ്ഞത് 3 എണ്ണം അതേപോലെ തന്നെ ചോദിക്കുമെന്ന് വിചാരിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ നമുക്കൊന്ന് ഓടിച്ചു പോയി നോക്കാം. പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ച്, ടൈം ഇല്ല എന്നറിയാം, നാളെ മോർണിംഗ് എക്സാം ആണ്. എന്നാലും നിങ്ങളുള്ള സമയത്ത് ഈ essay പഠിച്ച കാര്യമൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഈ essay ഒക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് എക്സാമിന് പോവുക. ആദ്യം തന്നെ വാട്ട് ഈസ് റിസർച്ച്, എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് റിസർച്ച്. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെപ്ത് സ്റ്റഡി അബൌട്ട് എ പെർട്ടിക്കുലർ ടോപ്പിക് വിത്ത് സയന്റിഫിക് മെത്തേഡ്. ശാസ്ത്രീയമായ മെത്തേഡുകൾ അവലംബിച്ചുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ആഴത്തിൽ പഠിക്കുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ് അബൌട്ട് എ പെർട്ടിക്കുലർ ടോപ്പിക്, ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് വിത്ത് സയന്റിഫിക് മെത്തേഡ്, സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്. ഇനി റിസർച്ചിന്റെ ടൈപ്സ്: ഫണ്ടമെന്റൽ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, എക്സ്പെരിമെന്റൽ റിസർച്ച്, എക്സ്പ്ലോറേറ്ററി റിസർച്ച്, എംപിരിക്കൽ റിസർച്ച്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഒന്നും പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ, ലാസ്റ്റ് മൊമെന്റ് വീഡിയോ കാണുന്നവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ 8 ടൈപ്പ് ഓഫ് റിസർച്ചിന്റെ പേരെങ്കിലും നിങ്ങൾ പേപ്പറിൽ എഴുതി പഠിച്ചു വെച്ചോ. കാരണം അത് essay ചോദിച്ചാൽ ആ പേരെങ്കിലും എഴുതി നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുത്താൽ സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറഞ്ഞതൊരു 5 മാർക്കെങ്കിലും. ചിലപ്പോൾ ആ 5 മാർക്കായിരിക്കും നിങ്ങളുടെ P ഗ്രേഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. P ഗ്രേഡിലേക്ക് എത്താൻ ഒരു 5-4 മാർക്കേ വേണ്ടി വരുള്ളൂ. ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്സ് ഓഫ് റിസർച്ചിന്റെ പേരെങ്കിലും. ഫണ്ടമെന്റൽ റിസർച്ച് നമുക്കറിയാം. It is a type of research that focuses to understand basic principles and theories. Fundamental research, pure research എന്നും അറിയപ്പെടുന്നുണ്ട്. രണ്ടാമത്തേതാണ് അപ്ലൈഡ് റിസർച്ച്. അതൊരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് ഫോക്കസ് ചെയ്യുന്നത്. മൂന്നാമത്തത് എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ്, essay ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുത്തി പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ആ പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിക്കണം. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഫോക്കസ് ചെയ്യുന്ന റിസർച്ച് ആണ്. അടുത്തതാണ് എക്സ്പെരിമെന്റൽ റിസർച്ച്. എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫോക്കസസ് ഓൺ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ എക്സ്പ്ലോറേറ്ററി റിസർച്ച്, പുതിയ ഐഡിയ ഡിസ്കവർ ചെയ്യുന്ന റിസർച്ച് ആണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എംപിരിക്കൽ റിസർച്ച്, ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെന്റേഷനിലൂടെയും ഡാറ്റ കളക്ട് ചെയ്ത് ഒരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യുന്ന റിസർച്ച് ആണ് എംപിരിക്കൽ റിസർച്ച്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ അല്ലെങ്കിൽ ഒരു ട്രെൻഡിനെ, ഒരു സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന റിസർച്ചിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അടുത്തതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂമറിക്കൽ ഡാറ്റയാണ് അവിടെ അനലൈസ് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് നോൺ ന്യൂമറിക്കൽ ഡാറ്റയാണ് അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നത്. രണ്ടാമത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട essay ആണ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ റിസർച്ച്. റിസർച്ചിന്റെ സ്റ്റെപ്പ് മാറിപ്പോവരുത്. റിസർച്ചിന് വേറെയാണ്, റിസർച്ച് ഡിസൈനിന് വേറെയാണ്. പരസ്പരം കുട്ടികൾക്ക് മാറിപ്പോവാറുണ്ട്. റിസർച്ചിന്റെ പ്രോസസ്സും ഉണ്ട്, റിസർച്ച് ഡിസൈനിന്റെ പ്രോസസ്സും ഉണ്ട്. അപ്പോ ഇവിടെ റിസർച്ചിന്റെ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റേജസ് ആണ്. അപ്പൊ ആദ്യം റിസർച്ച് എന്താണെന്ന് എഴുതുക. അതിന്റെ സ്റ്റേജസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെന്റേറ്റീവ് സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം, പ്രോബ്ലം സെലക്ട് ചെയ്യുക. ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ,
ഫൈനലൈസിംഗ് റിസർച്ച് പ്രോബ്ലം, എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് നടത്തുക, റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുക, സാമ്പിൾ ഡിസൈൻ പ്രിപ്പയർ ചെയ്യുക, ഡാറ്റ കളക്ഷൻ, പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക, ഡാറ്റ അനലൈസ് ചെയ്യുക, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മളൊരു ഇന്റർപ്രിട്ടേഷനിലേക്ക് എത്തുക, ഫൈനലി റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇത് മറക്കാതെ പഠിച്ചു വെക്കുക. ഞാനിതാ പറയുന്നല്ലോ, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നില്ല. ഇപ്പോൾ ഇത് ലാസ്റ്റ് മൊമെന്റ് വീഡിയോ ആണ്. ഇതൊന്ന് ഉറപ്പ് വരുത്തുക ഈ എസ്സേ പഠിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ 2 എസ്സേ, റിസർച്ചിന്റെ ടൈപ്പും റിസർച്ചിന്റെ പ്രോസസ്സും, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അത് രണ്ടും പഠിച്ചു. അടുത്തത് 3ാമത്തെ എസ്സേ ആണ്. ഇതെല്ലാം ഞാൻ റിസർച്ച് ഡിസൈനിന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു തന്നു. ഡിഫൈൻ റിസർച്ച് ഡിസൈൻ ആൻഡ് എക്സ്പ്ലെയിൻ നീഡ് ഫോർ റിസർച്ച് ഡിസൈൻ. എന്താണെന്ന് റിസർച്ച് ഡിസൈനിനെ ഡിഫൈൻ ചെയ്യാനും അതിൻ്റെ നീഡ് എന്താണെന്നുമാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഓഫ് റിസർച്ച്. റിസർച്ചിൻ്റെ ഒരു പ്ലാനിങ് ആണ്. ഒരു റിസർച്ചർ എന്തെല്ലാം ആ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു പ്ലാനിങ്ങിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു, 2 മാർക്കിലും റിസർച്ച് ഡിസൈനിന്റെ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ ഇറ്റ് ഈസ് ദ ഓവറോൾ ബ്ലൂ പ്രിന്റ് ഓഫ് എ റിസർച്ച് സ്റ്റഡി. റിസർച്ചിന്റെ ഒരു ഓവറോൾ ബ്ലൂ പ്രിന്റ് ആണ്. ഓവറോൾ ബ്ലൂ പ്രിന്റ് എന്തൊക്കെ ആ റിസർച്ചിലൂടെ ചെയ്യണം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക് യൂസ്ഡ് ടു കണ്ടക്ട് എ റിസർച്ച് സ്റ്റഡി. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ഫ്രെയിം വർക്ക് കൂടെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്ലാനിങ് ഓഫ് റിസർച്ച്. റിസർച്ചിന്റെ ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിങ് ആണ്. ഓവറോൾ ബ്ലൂ പ്രിന്റ് ഓഫ് എ റിസർച്ച് സ്റ്റഡി. ഒരു റിസർച്ച് സ്റ്റഡിയുടെ ഓവറോൾ ബ്ലൂ പ്രിന്റ് ആണ്. അതൊരു ഫ്രെയിം വർക്ക് ആണ്. ഇനി റിസർച്ച് ഡിസൈനിന്റെ നീഡ്, പർപ്പസ്, ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞാൽ പ്രൊവൈഡ് ക്ലിയർ ഡെഫിനിഷൻ, എൻഷുവർ വാലിഡിറ്റി, എൻഷുവർ റിയലബിലിറ്റി, ഐഡന്റിഫൈ വേരിയബിൾസ്, കൺട്രോൾ ബയാസ്, ഗൈഡ്സ് ദ ഡാറ്റ കളക്ഷൻ, എൻഷുവർ റിസർച്ച് ക്വാളിറ്റി, എൻഹാൻസസ് generalizability, define scope, establishes methodology, save time, save cost, increases credibility, ensure research quality. നമുക്കറിയാം, റിസർച്ച് ഡിസൈൻ നടത്തി കഴിഞ്ഞാൽ, റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്തൊക്കെയാണ് റിസർച്ചിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്താൽ നമുക്ക് ടൈം ലാഭിക്കാം, അതുപോലെ തന്നെ കോസ്റ്റ് ലാഭിക്കാം, ക്രെഡിബിലിറ്റി വർദ്ധിക്കും, റിസർച്ചിന്റെ ക്വാളിറ്റി വർദ്ധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് റിസർച്ച് ഡിസൈനിന്റെ നീഡ്. പോകാം, നമുക്ക് 4ാമത്തെ എസ്സേ ആണ്. ഡിഫൈൻ റിസർച്ച് ഡിസൈൻ, എക്സ്പ്ലെയിൻ കണ്ടന്റ് ഓഫ് റിസർച്ച് ഡിസൈൻ. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്താണെന്ന് ആദ്യം കൊടുക്കുക. എനിക്ക് തോന്നുന്നു ആദ്യം നിങ്ങൾക്ക് റിസർച്ച് എന്താണെന്ന് കൊടുക്കാം, എന്നിട്ട് റിസർച്ച് ഡിസൈൻ എന്താണെന്ന് കൊടുക്കുക. അതിൻ്റെ കോണ്ടന്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ്, സ്റ്റേജസ്, പ്രോസസ് ഒക്കെ ചോദിച്ചാൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, അതുപോലെ തന്നെ ഐഡന്റിഫൈ ദ റിസർച്ച് ഗ്യാപ്പ്, ദെൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, nature of study, setting objective of study and hypothesis, then geographical area to be covered, socio-cultural context of the study, identify the variables, period of study, dimension of study, bias for selecting data, technique of study, the control of error. പഠിക്കാൻ പ്രയാസമാണ്, ഓർമ്മയിൽ നിൽക്കില്ല, പക്ഷേ എന്നാലും പഠിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ ചോദിക്കാറുണ്ട്. അടുത്തതാണ് റിസർച്ച് ഡിസൈനിന്റെ ടൈപ്സ്. അപ്പോഴും റിസർച്ച് എന്താണെന്ന് എഴുതുക, റിസർച്ച് ഡിസൈൻ എന്താണെന്ന് എഴുതുക, എന്നിട്ട് ഈ ടൈപ്സ് എഴുതുക, എന്നിട്ട് ഓരോന്നിനും എക്സ്പ്ലനേഷൻ കൊടുക്കുക. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ, കോഷ്യൽ റിസർച്ച് ഡിസൈൻ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ, കോറിലേഷണൽ റിസർച്ച് ഡിസൈൻ, സെമി എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ, എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റിസർച്ച് ഡിസൈൻ. ഓക്കെ, ഇപ്പോൾ റിസർച്ച് ഡിസൈനിന്റെ ചാപ്റ്ററിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ പറയുന്നില്ല. 6ാമത്തേതാണ് എസെൻഷ്യൽ കോൺസെപ്റ്റ്. അവിടെ എന്നോട് എസ്എ ക്വസ്റ്റ്യനിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഡിഫൈൻ റിസർച്ച് ഡിസൈൻ, എക്സ്പ്ലെയിൻ കോൺസെപ്റ്റ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്നത് നിങ്ങൾ തിരുത്തി വായിക്കണം. അപ്പോൾ റിസർച്ച് ഡിസൈനിന്റെ കോൺസെപ്റ്റ് ആണ് ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, എക്സ്ട്രീനിയസ് വേരിയബിൾ, കൺട്രോൾ വേരിയബിൾ, കോൺഫൗണ്ട് വേരിയബിൾ, റിസർച്ച് ഹൈപ്പോത്തസിസ്, എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തസിസ്, എക്സ്പെരിമെന്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്, ട്രീറ്റ്മെന്റ്, എക്സ്പെരിമെന്റ് യൂണിറ്റ്. ഇതൊക്കെയാണ്
എസെൻഷ്യൽ കോൺസെപ്റ്റ് ഓഫ് റിസർച്ച് ഡിസൈൻ. അടുത്തതാണ് എക്സ്പ്ലെയിൻ ഫ്രീക്വൻലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സ് ഇൻ സോഷ്യൽ സയൻസ്. മുൻവർഷം ചോദിച്ചതാണ്. സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സ്കെയിലിംഗ് ടെക്നിക്സ്. പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, എന്നാലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 രീതിയിലുള്ള സ്കെയിലിംഗ് ടെക്നിക്സ് ആണുള്ളത്. റേറ്റിംഗ് സ്കെയിലും അതുപോലെ തന്നെ റാങ്കിങ് സ്കെയിലും. റേറ്റിംഗ് സ്കെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റാങ്കിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രിഫറൻസ് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റേറ്റിംഗ് സ്കെയിലിൽ വരുന്നത് ഡിക്കോട്ടമസ് സ്കെയിൽ, കാറ്റഗറി സ്കെയിൽ, ലിക്കേർഡ് സ്കെയിൽ, സെമാൻറ്റിക് സ്കെയിൽ, ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ, ന്യൂമറിക്കൽ സ്കെയിൽ, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ, ഫിക്സഡ് സ്കെയിൽ, അതുപോലെ തന്നെ റാങ്കിംഗ് സ്കെയിലിൽ വരുന്നത് പെയർഡ് കമ്പാരിസൺ, കമ്പാരറ്റീവ് സ്കെയിൽ, ഫോഴ്സ്ഡ് ചോയ്സ്, നോൺ കമ്പാരറ്റീവ് സ്കെയിൽ, കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ, ലൈൻ മാർക്കറ്റിംഗ് സ്കെയിൽ ഒക്കെയാണ്. അടുത്തതാണ് വാട്ട് ഈസ് ഡാറ്റ അനാലിസിസ്, ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഫോർ ഡാറ്റ അനാലിസിസ്. എന്താണ് ഡാറ്റ അനാലിസിസ് എന്നും ഏതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ് ഡാറ്റ അനാലിസിസിന് യൂസ് ചെയ്യുന്നത് എന്നും നമുക്കറിയാം. ഡാറ്റ അനാലിസിസ് മീൻസ് അനാലിസിസ് ഓഫ് ഡാറ്റ. റിസർച്ചർ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഡാറ്റയെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് അനലൈസിങ് ഡാറ്റ ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. വിവിധ തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റയെ അനലൈസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഏതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട്. അതിൽ മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, വെയ്റ്റഡ് അരിത്മാറ്റിക് മീൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉണ്ട്. അതിൽ റേഞ്ച്, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതർ മെഷേഴ്സ് ഉണ്ട്. ഇൻഡെക്സ് നമ്പർ, കോറിലേഷൻ, റിഗ്രഷൻ, അനോവ, മനോവ, ഹൈപ്പോത്തസിസ് ടെസ്റ്റ്. അടുത്തത് ഡാറ്റ പ്രോസസ്സിങ്ങും വാട്ട് ആർ ദ കോമ്പോണന്റ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ്ങുമാണ്. ഡാറ്റ പ്രോസസ്സിങ്ങും അതിൻ്റെ കോമ്പോണൻസും. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയെ എഡിറ്റ് ചെയ്യുക, കോഡ് ചെയ്യുക, ക്ലാസിഫിക്കേഷൻ ചെയ്യുക, ടാബുലേഷൻ ചെയ്യുക എന്നതാണ്. അതിൻ്റെ സ്റ്റേജ് അല്ലെങ്കിൽ കോമ്പണന്റ് എന്ന് പറയുന്നത് എഡിറ്റിങ്ങും കോഡിങ്ങും ക്ലാസിഫിക്കേഷനും ടാബുലേഷനുമാണ്. ഇപ്പം എഡിറ്റിംഗ് ഒക്കെ നമ്മൾ 2 മാർക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എഡിറ്റിംഗ്, കോഡിങ്ങിൻ്റെ റൂള്, കാര്യങ്ങൾ എഴുതണം. എസ്സേ ആണല്ലോ. ക്ലാസിഫിക്കേഷൻ 4 ടൈപ്പ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ജിയോഗ്രഫിക്കൽ, ക്രോണോളജിക്കൽ. ക്ലാസിഫിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് എസ്സേയിൽ എഴുതി വെക്കാം. കമ്പാരിസൺ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. കോംപ്ലക്സ് ഡാറ്റയെ സിംപ്ലിഫൈ ചെയ്യുന്നു. ഫെസിലിറ്റേറ്റ് ഈസി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഡാറ്റ. ടേബിൾ നോക്കിയാൽ നമുക്ക് ഡാറ്റയെ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാം. ഡാറ്റ അനാലിസിസ് ഉണ്ട്. ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കാം. പിന്നെ ടാബുലേഷൻ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ ഇൻ ടു കോളംസ് ആൻഡ് റോസ് ആർ കോൾഡ് ടാബുലേഷൻ. ഡാറ്റയെ നമ്മൾ ടേബിളിന്റെ രൂപത്തിൽ റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ് ഡാറ്റയെ സിംപ്ലിഫൈ ചെയ്യാം, കമ്പാരിസൺ നടത്താം, സ്പേസ് സേവ് ചെയ്യാം, റെഫറൻസിന് പ്രൊവൈഡ് ചെയ്യാം, എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യാം, അതൊക്കെയാണ്. അടുത്തതാണ് 10ാമത്തെ എസ്സേ, നറേറ്റ് ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പൽസ് ഓഫ് ടാബുലേഷൻ. ടാബുലേഷൻ്റെ പ്രിൻസിപ്പൽസ് ചോദിച്ചിട്ടുണ്ട്. ഇത് മുൻവർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടാബുലേഷൻ എന്താണെന്നും ഒബ്ജക്റ്റീവും നമുക്കറിയാം. ടാബുലേഷൻ്റെ പ്രിൻസിപ്പൽ, ടേബിൾ ഷുഡ് ബി ക്ലിയർ. ടേബിൾ എപ്പോഴും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കണം. ടേബിൾ ഷുഡ് ബി ആക്യുറേറ്റ്. ടേബിൾ ആക്യുറേറ്റ് ആയിരിക്കണം. ടേബിൾ ഷുഡ് ബി സിമ്പിൾ ടേബിൾ ആയിരിക്കണം. ടേബിൾ ഷുഡ് ഹാവ് ക്ലിയർ എ ടൈറ്റിൽ. ടേബിളിന് നല്ലൊരു ടൈറ്റിൽ ഉണ്ടാവണം. ഡു നോട്ട് യൂസ് ഡിറ്റോ മാർക്ക് ഉപയോഗിക്കാൻ പാടില്ല. ടേബിൾ ഷുഡ് ബി സ്യൂട്ട് ടു ദ സൈസ് ഓഫ് പേപ്പർ. പേപ്പറിൽ സ്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ടേബിൾ. ക്യാപ്ഷൻസ് അറേഞ്ച്ഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ടേബിളിനൊരു ക്യാപ്ഷൻ ഉണ്ടാകും, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യണം. ഓൾ ഐറ്റംസ് ഇൻ ദ ടേബിൾ ഷുഡ് ബി പ്രോപ്പർലി അറേഞ്ച്ഡ്. ടേബിളിലെ എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യണം. ഓൾ ദ കോളംസ് ഫിഗേഴ്സ് ആർ ടു ബി പ്രോപ്പർലി അലൈൻഡ്. കോളവും ഫിഗറും എല്ലാം നല്ല രീതിയിൽ അലൈൻ ചെയ്യണം. അബ്രിവേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. ഷോർട്ട് ഫോംസ് ഉപയോഗിക്കാൻ പാടില്ല. എക്സ്പ്ലനേറ്ററി ഫുട് നോട്ട് ഷുഡ് ബി ഗിവൺ. എന്തെങ്കിലും ഐറ്റത്തിന് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഫുട് നോട്ടായിട്ട് കൊടുക്കാം. ഇനി 11ാമത്തെ എസ്സേ ആണ്, വാട്ട് ഈസ് റിസർച്ച് റിപ്പോർട്ട്, എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. ഓൾറെഡി നിങ്ങൾ എൻ്റെ റിസർച്ച് റിപ്പോർട്ടിൻ്റെ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ടാകും വീഡിയോയിൽ. അപ്പോൾ ആദ്യം റിസർച്ച് എന്താണെന്ന് എഴുതുക,
എന്നിട്ട് റിപ്പോർട്ട് എന്താണെന്ന് കൊടുക്കുക. പ്രധാനമായിട്ടും ഓറൽ, റിട്ടൺ, പോപ്പുലർ, ടെക്നിക്കൽ, ഫീസിബിലിറ്റി അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓറൽ റിപ്പോർട്ട്, റിട്ടൺ റിപ്പോർട്ട്, പോപ്പുലർ റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട് ആൻഡ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. ഇത്രയുമായിരിക്കും റിപ്പോർട്ട്. ദെൻ അടുത്തതാണ് 12ാമത്തെ എസ്സേ ടോപ്പിക്. വാട്ട് ഈസ് റിസർച്ച് റിപ്പോർട്ട്? എക്സ്പ്ലെയിൻ വേരിയസ് കോണ്ടന്റ് ഓഫ് എ റിസർച്ച് റിപ്പോർട്ട്, അല്ലെങ്കിൽ ഡെപിക്ട് ദ ലേ ഔട്ട് ഓഫ് റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ കണ്ടന്റ് അല്ലെങ്കിൽ ലേ ഔട്ട് ആണ്. അപ്പൊ ആദ്യം റിസർച്ച് എന്താണ്, അതിന്റെ ഫോർമാറ്റ് എഴുതുക. ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലേ ഔട്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. പ്രിലിമിനറീസും ടെക്സ്റ്റും റെഫറൻസ് മെറ്റീരിയലും ഈ ടേബിൾ എല്ലാവരുടെ മൈൻഡിലും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ എസ്സേ എഴുതുക. അടുത്തതാണ് എക്സ്പ്ലെയിൻ സ്റ്റെപ്സ് ഇൻ പ്രിപ്പയറിംഗ് റിസർച്ച് റിപ്പോർട്ട്. ഞാൻ ഓൾറെഡി ഒരു ട്യൂഷന്റെ കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം ലിമിറ്റഡ് സീറ്റാണ്, 1-to-1 അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങൾ ഈ അവസാന നിമിഷം ഒരുപാട് കുട്ടികൾ പ്രയാസപ്പെടുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, PDF കിട്ടാൻ വേണ്ടിയിട്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ 2 മാർക്ക്, essay 5 മാർക്ക്, അങ്ങനെ പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ പ്രോബ്ലംസ് ആണെങ്കിലും തിയറി ആണെങ്കിലും അതിൻ്റെ PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുക. അതായത് ചുമ്മാ ക്ലാസ് എടുത്ത് പോകുമായിരിക്കില്ല, നിങ്ങളെ എൻ്റെ കൂടെ തന്നെ പഠിപ്പിച്ചെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അപ്പം അതിന് താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ 8-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പം അതിന് മുമ്പ് തന്നെ എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും വന്ന് ജോയിൻ ചെയ്യുക. എക്സാമിൻ്റെ തിരക്കിൽ ഇതിനു വേണ്ടി ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കോൾ ചെയ്താൽ മതി എൻ്റെ നമ്പറിലേക്ക്. ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ തരും. നമുക്ക് 8-ാം തീയതി ക്ലാസ് ആരംഭിക്കണം. ലിമിറ്റഡ് അഡ്മിഷൻസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ റിസർച്ച് റിപ്പോർട്ടിൻ്റെ സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഉണ്ടാകും. അതാണ് അണ്ടർസ്റ്റാൻഡിങ് ദ റിപ്പോർട്ട് ബ്രീഫ്. അതുപോലെ കളക്ട് മെറ്റീരിയൽ ആൻഡ് ഡാറ്റ, മേക്ക് ഓവറോൾ റിപ്പോർട്ട് ഫോർമാറ്റ്, ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ, റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്യുക, ഫൈനൽ ഡ്രാഫ്റ്റ് എഡിറ്റ് ചെയ്യുക, ഡോക്യുമെന്റേഷൻ, അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ആൻഡ് പബ്ലിഷിംഗ്. എൻ്റെ വീഡിയോ ഇത് മാത്രം കാണുന്നവരാണെങ്കിൽ ഞാനിത് അവസാനഘട്ട റിവിഷൻ ആയതുകൊണ്ടാണ് ഓടിച്ചു പോകുന്നത്. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അടുത്തതാണ് 14ാമത്തെ എസ്സേ. വാട്ട് ഈസ് സാമ്പിളിംഗ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ? അല്ലെങ്കിൽ വാട്ട് ഈസ് സാമ്പിളിംഗ്? വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ്? അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സാമ്പിളിംഗ് മെത്തേഡ്സ്? സാമ്പിളിംഗ് ഡിസൈൻസിൻ്റെ ടെക്നിക്സ്, മെത്തേഡ്സ് ഒക്കെ ചോദിച്ചാൽ എന്നല്ല, അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ടൈപ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ്, പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും. പ്രോബബിലിറ്റിയിൽ തന്നെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം, സിസ്റ്റമാറ്റിക്, ക്ലസ്റ്റർ, മൾട്ടി സ്റ്റേജ്. നോൺ പ്രോബബിലിറ്റിയിൽ കൺവീനിയൻസ്, പർപ്പസീവ്, കോട്ട, സ്നോബോൾ, ആക്സിഡൻ്റൽ. നന്നായിട്ട് ഈ ടേബിൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുക്കുക. ഇനി 15ാമത്തെ എസ്സേ എന്ന് പറയുന്നത് 1ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഫീച്ചർ, ഒബ്ജക്റ്റീവ്, എയിം, പർപ്പസ്, നീഡ്, ഫങ്ഷൻ, റോള്, സിഗ്നിഫിക്കൻസ്, അഡ്വാൻറ്റേജ്, യൂസസ്, ബെനഫിറ്റ് എന്ത് ചോദിച്ചാലും ഈ കോമൺ പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി 1ാമത്തെ മൊഡ്യൂളിൽ നിന്ന്. അതായത് ബിസിനസ് റിസർച്ചിൻ്റെ അല്ലെങ്കിൽ റിസർച്ചിൻ്റെ ഫീച്ചർ, ഒബ്ജക്റ്റീവ്, എയിം, പർപ്പസ്, നീഡ്, ഫങ്ഷൻ, റോള്, ബെനഫിറ്റ് എല്ലാം ചോദിച്ചാൽ facilitate managerial decision making, discovery of new knowledge, systematic and objective process, determine cost or profitability, അങ്ങനെയുള്ള പോയിന്റ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ടെൻഷൻ അടിക്കാതെ എല്ലാവരും നാളത്തെ റിസർച്ചിൻ്റെ എക്സാം നന്നായിട്ട് എഴുതുക. താങ്ക് യു.